നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത. പുനലൂർ താലൂക്ക് ആശുപത്രി വികസന കുതിപ്പ് തുടരുന്നു. കൊല്ലം ജില്ലയിലെ പൊതുമേഖലയിലെ രണ്ടാമത്തെ ഡയാലിസിസ് യൂണിറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ജൂൺ 2-ന് പ്രവർത്തനം തുടങ്ങും. ഔപചാരികമായ ഉദ്ഘാടനം വെള്ളിയാഴ്ച. അഞ്ചൽ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി വിൽപ്പനയ്ക്കായി തെന്മലയിലേക്ക് കൊണ്ടുപോയ 30 ലിറ്റർ വിദേശ മദ്യം പോലീസ് പിടികൂടി. മദ്യം കടത്താൻ ശ്രമിച്ച ഇടമൺ സ്വദേശി അറസ്റ്റിൽ. KSRTC കൊല്ലം കുളത്തൂപ്പുഴ വേണാട് ലിമിറ്റഡ് സ്റ്റോപ്പുകൾക്ക് പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ച നടപടി റദ്ദാക്കിയതിനെതിരെ കുളത്തൂപ്പുഴയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പൂവണത്തുംമുട്ടിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അധീനതയിൽ പനച്ചവിളയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികൾ ബോണസ് കുടിശ്ശിക കിട്ടാതെ പ്രതിസന്ധിയിൽ. പണം കിട്ടാതിരുന്നാൽ കുട്ടികളെ സ്കൂളിൽ അയക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ സമരത്തിൽ. വാർത്തകൾ വിശദമായി. കൊല്ലം ജില്ലയിലെ പൊതുമേഖലയിലെ രണ്ടാമത്തെ ഡയാലിസിസ് യൂണിറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ജൂൺ 2-ന് പ്രവർത്തനം ആരംഭിക്കും. ഔപചാരികമായ ഉദ്ഘാടനം വെള്ളിയാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിക്കും. 8 കിടക്കകളാണ് ആദ്യഘട്ടത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഡയാലിസിസ് യൂണിറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിക്കും. അതിന്റെ ഔപചാരിക ഉദ്ഘാടനം നാളെ 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ ശിവകുമാർ അവർ നിർവഹിക്കുന്നതാണ്. യോഗത്തിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു അധ്യക്ഷനാകും. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാകും ആദ്യഘട്ടത്തിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുക. പിന്നീട് 24 മണിക്കൂറും പ്രവർത്തിക്കാനാണ് ലക്ഷ്യം. 1 കോടി രൂപ ചെലവിട്ടാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയിരിക്കുന്നത്. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുനലൂർ സൌഹൃദവേദി 2 യന്ത്രങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് 4 യന്ത്രങ്ങളും ആശുപത്രി വികസന സമിതി 2 എണ്ണവും വാങ്ങി. സഞ്ജീവനി എന്നാണ് ഡയാലിസിസ് യൂണിറ്റിന് പേര് നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 8 യൂണിറ്റുകൾ പ്രവർത്തിക്കും. പിന്നീട് 3 യൂണിറ്റുകൾ കൂടി ഉൾപ്പെടുത്തി 11 യൂണിറ്റ് ആക്കുമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ ലൈവ് വാർത്തയോട് പറഞ്ഞു. 8 മെഷീനാണ് നമ്മൾ ആരംഭഘട്ടത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 3 ഷിഫ്റ്റായിട്ട് രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് സംസ്ഥാനത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും ആധുനികമായ മെഷീനും ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന പൊതുമേഖലയ്ക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ആരോഗ്യത്തിന് അഭിമാനമായിട്ടുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റാണ് ഇത്. സഞ്ജീവനി എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. 2 ഡോക്ടർമാരുണ്ട്. ഡോക്ടർ PR വിനോദും ഡോക്ടർ ജി വർഗീസ് ഇതിന് നേതൃത്വം വഹിക്കും. 5 സ്റ്റാഫ് നേഴ്സ് ഇതിന് സേവന സന്നദ്ധരായിട്ടുണ്ടാവും. 3 ടെക്നീഷ്യന്മാരാണ് ഇവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പാണ് ഈ ഡയാലിസിസ് പ്രവർത്തനത്തിന് സജ്ജമാക്കിയിരിക്കുന്നത്. രോഗികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, കിടക്കി കരുതൽ കഴിക്കാനുള്ള സൗകര്യം, അതേപോലെ മാനസിക ഉല്ലാസത്തിനായിട്ട് TV, മ്യൂസിക് എല്ലാം ചേർന്ന ഏറ്റവും ആധുനികമായ ഡയാലിസിസ് യൂണിറ്റാണ്. ആദ്യഘട്ടത്തിൽ 8 യൂണിറ്റാണ് പ്രവർത്തനമാകുന്നത്. തുടർന്ന് 3 യൂണിറ്റ് കൂടെ വരും. 11 യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു യൂണിറ്റായിരിക്കും ഇത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓർത്തഡോക്സ് സഭയുടെ കാലം ചെയ്ത വലിയ ബാവ ലോകത്തിന്റെ പൊതുസ്വത്താണെന്ന് സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ജോസഫ് റമ്പാൻ. വലിയ ബാവ തിരുമേനിയുടെ അന്ത്യശുശ്രൂഷയിൽ പങ്കെടുത്തവർക്ക് നന്ദി പ്രകാശിപ്പിച്ച പത്തനാപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ പിതാവ് പത്തനാപുരത്തിന്റെയോ കോട്ടയത്തിന്റെയോ കേരളത്തിന്റെയോ അല്ല, ലോകത്തിന്റെ എല്ലാ മൂലയിലും സകല ജാതി മത വർഗ വർണ്ണനകൾക്ക് അതീതമായി സകല സമുദായങ്ങൾ ഉൾക്കൊള്ളുന്നതും കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ സോണിയാഗാന്ധി ഉൾപ്പെടെ അനേകം ആളുകളുടെ വിശിഷ്ടമായ വാക്കുകൾ, വചനങ്ങൾ ഇവിടെ കിട്ടിയിരുന്നു. ഈ തിരുമേനി ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല, ലോകം എമ്പാടും എല്ലാ ജാതി മതസ്ഥരെയും ഒന്നുപോലെ സ്നേഹിക്കുകയും വാത്സല്യിക്കുകയും അവരവർക്ക് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ, കടമകൾ, സഹായങ്ങൾ തിരുമനസ്സുകൊണ്ട് ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം കൂടായിരുന്നു ഈ അനുഗ്രഹീതമായ സംസ്കാരം. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വലിയ ബാവയുടെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും അന്ത്യശുശ്രൂഷ ചടങ്ങുകളിൽ പങ്കുകൊള്ളുകയും ചെയ്ത കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ വിശ്വാസികൾക്കും മതേതര സമൂഹത്തിനും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതായി റവറന്റ് ഫാദർ KV പോളും റവറന്റ് ജോസഫ് റമ്പാനും മാധ്യമങ്ങളെ അറിയിച്ചു. ദിദിമോസ് വലിയ ബാവ ദിനത്തിന്റെ കവറടക്ക ശുശ്രൂഷ ഏറ്റവും മംഗളകരമായി നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിൽ കടന്നു വന്ന എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തുവാൻ ഈ അവസരം പ്രത്യേകമായി ഉപയോഗിക്കുന്നു.
പ്രത്യേകിച്ചും 16 ആളുകൾ വളരെയധികം അച്ചടക്കത്തോടെ ഭക്തിപൂർവ്വം വന്ന് സംബന്ധിച്ച് ഈ പിതാവിനോട് കാണിച്ച എല്ലാ അതിനോടുമുള്ള നന്ദി ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുവാൻ ഞാൻ വിനയപൂർവ്വം ഈ അവസരം ഉപയോഗിക്കുന്നു. മുഴുവൻ പേരും എല്ലാവരും ഒന്നുപോലെ ഇതിൻ്റെ അനുഗ്രഹമായ നടത്തിപ്പിന് വേണ്ടി ഞങ്ങളെ സഹായിച്ചു. ഏവരോടുമുള്ള സ്നേഹാദരവുകൾ നന്ദിപൂർവ്വം വ്യക്തിപരമായി ഏവരെയും അറിയിച്ചു കൊള്ളട്ടെ. വലിയ ബാവായുടെ നിര്യാണത്തിൽ അനുശോചിച്ച് 41 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പ്രാർത്ഥനയും ആത്മീയ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ദേറ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി വിൽപ്പനയ്ക്കായി തെന്മലയിലേക്ക് കൊണ്ടുപോയ 30 ലിറ്റർ വിദേശ മദ്യം പോലീസ് പിടികൂടി. മദ്യം കടത്താൻ ശ്രമിച്ച ഇടമൺ സ്വദേശിയും അഞ്ചൽ പോലീസിന്റെ പിടിയിലായി. കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. അഞ്ചൽ ചീപ്പുവയലിന് സമീപം വെച്ചാണ് ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച 30 ലിറ്റർ വിദേശ മദ്യവുമായി ഡ്രൈവർ പിടിയിലായത്. ഇടമൺ സ്വദേശി ഹരിരാജാണ് പിടിയിലായത്. 2 ചാക്കുകളിലായി നിറച്ച 1 ലിറ്ററിന്റെ 30 ബോട്ടിൽ വിദേശമദ്യമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഞ്ചൽ പട്ടണത്തിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നുവെന്ന് അഞ്ചൽ SI CK മനോജ് പറഞ്ഞു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡിന് കിട്ടിയ ഓരോണ് സന്തോഷ് കുമാറിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനമാക്കി ഒരു ഓട്ടോ മാർക്കറ്റിനകത്ത് വെച്ച് പിടിച്ച് സെർച്ച് ചെയ്ത് നടത്തിയതിൽ 30 ലിറ്ററോളം 1 ലിറ്റർ വീതമുള്ള 30 കുപ്പിയോളം അടങ്ങിയ ചാക്കുകളിലായിട്ട് സൂക്ഷിക്കുന്നതായി കാണപ്പെട്ട് അതിൽ പ്രതിയായിട്ടുള്ള ആട്ടോ ഡ്രൈവറായ ഹരിജിത്ത് ഇടമണ്ണുള്ളതാണ്. ഇടമൺ പെട്ടപ്പുങ്കൽ വില്ലേജിലുള്ള ഹരിജിത്ത് എന്ന ആളിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് അനധികൃതമായി കൊണ്ടുപോയി ചില്ലറ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷന്റെ അഞ്ചലിലെ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി തെന്മലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് നടപടി തുടങ്ങി. സ്കൂളുകളിലും യാത്രാവേളകളിലും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് റൂറൽ പോലീസ് മേധാവി S. സുരേന്ദ്രൻ അറിയിച്ചു. അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി റൂറൽ പരിധിയിലെ സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷന്റെയും ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയന്റെയും പ്രതിനിധികളുടെ യോഗം വിളിച്ച് പോലീസ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി. സ്കൂൾ ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലും അനുവദനീയമായതിലും കൂടുതൽ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുക, പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ മാത്രം നിയമിക്കുക, വാഹനങ്ങൾ ഓടുന്ന സമയത്ത് വാതിലുകൾ അടഞ്ഞുകിടക്കുകയാണെന്ന് ഉറപ്പുവരുത്തുക, വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ചും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോലീസ് മേധാവി നൽകിയത്. സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ സ്കൂൾ അധികൃതരെയോ അറിയിക്കണം എന്ന് റൂറൽ SP പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കുട്ടികളെ കാണാതാകുന്ന പ്രവണതയ്ക്ക് തടയിടാൻ എല്ലാ സ്കൂളുകളിലും ബോധവത്കരണ ക്ലാസുകൾ നടത്താനും റൂറൽ SP നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ടാറിംഗിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ഇടപ്പാളയത്ത് BJP പ്രവർത്തകർ റോഡ് പണി തടഞ്ഞു. സംഭവസ്ഥലം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്ന് പണി മുടങ്ങി. കഴുതുരുട്ടി ആനച്ചാടി പാലത്തെയും ഇടപ്പാളയം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയ്ക്ക് സമാന്തരമായ റോഡിൽ നടന്നുവന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് BJP പ്രവർത്തകർ തടഞ്ഞത്. വർഷങ്ങളോളം ചെമ്മൺപാതയായിരുന്ന റോഡ് ഇതാദ്യമായാണ് ടാർ ചെയ്യുന്നത്. ടാറിംഗ് ശാസ്ത്രീയമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ തടഞ്ഞത്. മെറ്റിൽ നിരത്തി റോഡ് റോളർ കൊണ്ട് ഉറപ്പിച്ച ശേഷം ടാർ ചെയ്യുന്നതിന് പകരം മെറ്റിലിന് മുകളിൽ ടാർ ഒഴിച്ച് പണി തീർക്കുകയാണ് കരാറുകാരൻ ചെയ്യുന്നത്. വാട്ടർ റൂളിംഗും ചെയ്യുന്നില്ല. അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മെറ്റിലിങ്ങും മറ്റും മണ്ണിട്ട് വാട്ടർ റോളിംഗ് നടത്തിയതിന് ശേഷം മാത്രമേ ഈ ടാറിംഗ് നടത്താവൂ എന്നുള്ള എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് വളരെ മോശമായി ഈ നമ്മൾ JCBക്ക് അങ്ങാണ്ട് കൊണ്ട് മെറ്റിൽ നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ വളരെ ഈ നൈസായ രീതിയിലുള്ള ടാറിംഗാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു മഴയത്ത് പോലും നിൽക്കാത്ത അവസ്ഥയാണ്. ഇത് ഇവിടുത്തെ പ്രദേശവാസികൾ സ്വന്തമായിട്ട് വസ്തു കൊടുത്തും പൈസ കൊടുത്തും വെട്ടിച്ച റോഡാണ് സ്വന്തമായിട്ട്. അതിലൊരു കമ്മിറ്റി വിളിക്കുകയോ ഒരു ബെനിഫിഷ്യറി കമ്മിറ്റി കൂടുകയോ ചെയ്യാതെ വാർഡ് മെമ്പർ സ്വന്തം ഇഷ്ടപ്രകാരം ബിനാമികളുടെ പേരിൽ വർക്കുകൾ കൊടുക്കുകയും ഈ വർക്ക് ആദ്യം മുതലേ ഞങ്ങൾ ഇത് ഇടപെട്ടതാണ്, ഇവർ അത് നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിന് ചെയ്യാതിരിക്കുകയും ഇത് 2 ലെയർ മെറ്റലിംഗ് ചെയ്യേണ്ട ഇതാണ്.
അത് ചെയ്തിട്ടില്ല. BJP പ്രവർത്തകർക്കൊപ്പം ചില CPM പ്രവർത്തകരും പ്രതിഷേധം പ്രകടിപ്പിച്ചെത്തി. പ്രവർത്തകർ പഞ്ചായത്ത് അധികൃതരെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സംഭവസ്ഥലത്തെത്താൻ അവർ തയ്യാറായില്ല. ഇതോടെ ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി അന്വേഷിക്കണമെന്ന് പ്രവർത്തകർ നിലപാടെടുത്തു. ഇതിനുശേഷമേ പണി തുടരാൻ അനുവദിക്കൂ എന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇതോടെ റോഡ് പണി തൽക്കാലത്തേക്ക് മുടങ്ങി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവിനെ പിടികൂടിയതായി പത്തനാപുരം റേഞ്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെ താജുദ്ദീൻ കുട്ടി അറിയിച്ചു. വിദേശമദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും 2 പേർ പിടിയിലായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കഞ്ചാവ് വിറ്റ കേസിൽ വയല ആലുമുക്കിൽ അനീഭവനത്തിൽ സുന്ദരേശന്റെ മകൻ അനീഷ് ആണ് പിടിയിലായത്. 20 ഗ്രാം കഞ്ചാവുമായി അലൈമൺ മൂങ്ങോട് ബദാം നഗറിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇയാളെ പിടിച്ചത്. വിദേശമദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മാങ്കോട് റഷീദ് മൻസിലിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ റഷീദ്, മാങ്കോട് പുളിമൂട്ടിൽ വീട്ടിൽ തങ്കപ്പന്റെ മകൻ സോമരാജൻ എന്നിവരെയാണ് പിടികൂടിയത്. 2 പേരിൽ നിന്നുമായി 5 ലിറ്റർ വിദേശമദ്യം പിടികൂടിയതായി എക്സൈസ് CI ജെ താജുദ്ദീൻ കുട്ടി അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. KSRTC കൊല്ലം കുളത്തൂപ്പുഴ വേണാട് ലിമിറ്റഡ് സ്റ്റോപ്പുകൾക്ക് പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ച നടപടി റദ്ദാക്കിയതിനെതിരെ കുളത്തൂപ്പുഴയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പൂവണത്തുമുട്ടിൽ സ്റ്റോപ്പ് ആവശ്യപ്പെട്ട നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് C സുഭിലാഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേരാണ് ഉപരോധത്തിൽ പങ്കെടുത്തത്. കൊല്ലം കുളത്തൂപ്പുഴ വേണാട് ബസ് സർവീസിന് KSRTC MD നേരിട്ട് പൂവണത്തുമുട്ടിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടും ബസ്സുകൾ ഇവിടെ നിർത്താത്തത് ഒരു വിഭാഗം ജീവനക്കാരുടെ ഗൂഢാലോചനയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അത്തരത്തിൽ ഒരു സ്റ്റോപ്പ് അനുവദിച്ചപ്പോൾ ആ സ്റ്റോപ്പ് ഇവിടെ നിർത്തില്ല എന്ന് പറഞ്ഞ ജീവനക്കാരെല്ലാം കൂടി സമരം ചെയ്ത് മുടക്കിയിട്ട് മാനേജ്മെന്റ് മുട്ടുമടക്കി എന്ന നിലയിലേക്ക് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടന്നാൽ ആ തൊഴിലാളികൾ അല്ലെങ്കിൽ അവരുടെ ആ ധാർഷ്ട്യത്തിന് മുന്നിൽ ഈ നാട്ടുകാർ മുട്ടുമടക്കില്ല എന്നാണ് ഈ സമരത്തിൽ. ആ ധാർഷ്ട്യത്തിനെതിരായിട്ട് മറുപടി കൊടുക്കാൻ ഈ സമരസമിതി, ഈ നാട്ടുകാർ എവിടെ വരെയും നമ്മൾ പോകും. സ്റ്റോപ്പ് അനുവദിക്കും വരെ ശക്തമായ സമരം തുടരുമെന്ന് നാട്ടുകാർ അറിയിച്ചു. 5 ദിവസം കൂടി പ്രശ്നപരിഹാരത്തിന് സമയം വേണമെന്ന് KSRTC അധികൃതർ പറഞ്ഞെങ്കിലും സമരക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് B രാജീവ്, നാട്ടുകാരായ മാത്യു വർഗീസ്, സുനിൽ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ഏതാനും ദിവസം മുമ്പ് കുളത്തൂപ്പുഴ വേണാട് ലിമിറ്റഡ് സ്റ്റോപ്പുകൾക്ക് പുതുതായി 9 സ്റ്റോപ്പുകൾ അനുവദിച്ചെങ്കിലും സമയം നീട്ടി നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് അമിത ജോലി ചെയ്യാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്റ്റോപ്പുകൾ അനുവദിച്ച നടപടി KSRTC റദ്ദാക്കിയത്. കേരള നിയമസഭയ്ക്കകത്ത് നമ്മുടെ MLA അഡ്വക്കേറ്റ് K രാജു സാറിന് മാത്രമാണ് ഈ അവകാശം ഉന്നയിക്കാനും ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുക. അത്തരത്തിലൊരു നീക്കം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം. KSRTC ജീവനക്കാരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് അവരുടെ ജോലിഭാരം കൂടി കുറച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ യൂണിയൻ തലത്തിൽ ചർച്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇക്കാര്യത്തിൽ അധികം ബസ്സുകൾ അനുവദിച്ചു തന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടി, ഈ ചെറിയ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാൽ നമുക്കറിയാം നമ്മുടെ വേണാട് ബസ്സുകൾ ഈ സമയത്ത് പാഞ്ഞു പോകുന്ന അവസരം നമുക്കറിയാം. സമയത്ത് ഓടിയെത്താനുള്ള ബുദ്ധിമുട്ടുകൾ പലയിടങ്ങളിലും അതിഭീകരമാമുള്ള വേഗത്തിലാണ് ആ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം കൂടി വന്നതോടെ വിഷയത്തിൽ KSRTC വിട്ടിലായിരിക്കുകയാണ്. പ്രതിഷേധം ശക്തിപ്പെട്ടാൽ സമയം നീട്ടിക്കൊടുത്തുകൊണ്ട് സ്റ്റോപ്പുകൾ വീണ്ടും അനുവദിക്കേണ്ടി വന്നേക്കും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ചിതറയിൽ അധികൃതർ പരിഗണിക്കാത്ത റോഡ് നന്നാക്കി നാട്ടുകാരുടെ പ്രതിഷേധം. കല്ലുവെട്ടാംകുഴി മുതയിൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങളാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കല്ലുവെട്ടാംകുഴി മുതയിൽ റോഡിന്റെ തേരിക്കട ജംഗ്ഷന് സമീപത്തെ ഭാഗങ്ങൾ തകർന്നിട്ട് നാളുകളേറെയായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണിത്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവും അടക്കമുള്ള ജനപ്രതിനിധികൾ ദിനവും സഞ്ചരിക്കുന്ന വഴിയാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വീട് മുതൽ വാർഡ് മെമ്പർ ഈ മുതൽ കാണുന്നുണ്ട്. പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, കോൺഗ്രസ് പാർട്ടിക്കാർ, എല്ലാം പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ പാർട്ടിക്കാരും. മെമ്പർ ഉമൈൻ കബീർ, പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ മധുര വിജയൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അവർക്ക് കണ്ടില്ല കേട്ടില്ല. ആരും ഇതിലെ പോയിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നു പോലും ചോദിച്ചിട്ടില്ല. മെറ്റിൽ ഇളകി കാൽനട പോലും ദുഷ്കരമായ നിലയിലാണ് റോഡ്. ഇരുചക്ര വാഹന യാത്രക്കാരും കുട്ടികളും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. സമീപവാസികൾക്ക് അപകടത്തിൽപ്പെടുന്നവരെ പരിചരിക്കലാണ് പ്രധാന ജോലി. ഈ സാഹചര്യത്തിലാണ് റോഡ് നന്നാക്കി നാട്ടുകാരുടെ പ്രതിഷേധം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും വാർഡ് മെമ്പറെയൊക്കെ അനാസ്ഥ കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ജനങ്ങൾ മൊത്തം ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടി പോകാൻ നിവർത്തിയില്ല. ബൈക്കുകാർ വീഴക്കം, ചെറിയ വണ്ടിക്കാർ വീഴക്കം, വണ്ടിയുടെ പ്ലേറ്റ് ഒടിയപ്പം. നമ്മളിവിടെ കട കയറ്റുന്ന എപ്പോഴും ആൾക്കാർ പിടിച്ചിടക്കാനേ സമയമുള്ളൂ.
കൊച്ചുകുട്ടികൾ പോകുന്ന വണ്ടി മാറി ആട്ടാണ്ടും പിന്നെ ഈ ചിത്രക്ക് ഈ വണ്ടി മതിൽ ചേർത്താണ്ടാണ് പോകുന്നത്. ഒരു ഉപയോഗമല്ലേ റോഡ് എന്നുള്ളതല്ല, ഈ നാട്ടിൽ ഒരു വികസനവും ഇവിടുത്തെ മെമ്പർമാർ ചെയ്യുന്നില്ല. മുതിർന്നവരും കുട്ടികളും ചേർന്ന് ഓടയിൽ നിന്ന് മണ്ണ് വെട്ടിയിട്ട് റോഡിലെ കുഴികൾ തൽക്കാലം നികത്തി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്തെ പല റോഡുകളുടെയും അവസ്ഥ ദയനീയമാണ്. അമ്പലമുക്ക് ഐരക്കുഴി റോഡിൽ കൂടി കാൽനട പോലും ദുഷ്കരം. ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് റീടാറിംഗ് ചെയ്തു. അന്നും പക്ഷേ റോഡിന്റെ പൂർണ്ണമായും തകർന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പണികൾ തീർത്തത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അധീനതയിൽ പനച്ചിവിളയിൽ പ്രവർത്തിക്കുന്ന 11ാം നമ്പർ ഫാക്ടറിയിലെ തൊഴിലാളികൾ ബോണസ് കുടിശ്ശിക കിട്ടാതെ പ്രതിസന്ധിയിലായി. പണം കിട്ടാതിരുന്നാൽ കുട്ടികളെ സ്കൂളിൽ അയക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചു. എല്ലാ വർഷവും മെയ് മാസത്തിലാണ് തൊഴിലാളികൾക്ക് ബോണസ് കുടിശ്ശിക നൽകി വന്നിരുന്നത്. എന്നാൽ ഇത്തവണ ബോണസ് കുടിശ്ശിക ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. ഒഴിവ് ശമ്പളവും കഴിഞ്ഞ ഓണം മുതലുള്ള ബോണസിന്റെ കുടിശ്ശികയും തൊഴിലാളികൾക്ക് കിട്ടാനുണ്ട്. കുടിശ്ശിക കിട്ടാത്തത് മൂലം കുട്ടികളെ സ്കൂളിൽ പോലും വിടാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നു. കുടിശ്ശിക കിട്ടിയതിനു ശേഷം ജോലി ചെയ്യത്തുള്ളൂ. ഞങ്ങൾ പിള്ളേർക്കൊക്കെ വേറെ എങ്ങും കടമൊന്നും പോയി മേടിക്കാനും നോക്കത്തില്ല. കൊച്ചുങ്ങളെയൊക്കെ ഒഴിവ് ശമ്പളങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതിനൊക്കെ കുടിശ്ശിക ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നമുക്ക് നിർബന്ധമായിട്ട് ഈ 30 കിട്ടണം. ജോലി സ്ഥിരമായിട്ടില്ല. മാസത്തിൽ 10-15 ജോലി പോലും ഞങ്ങൾക്ക് ഇല്ല. ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില ഒരു ബാഗ് മേടിക്കണമെങ്കിൽ കൊടുക്കണ രൂപ കൊച്ചു പിള്ളേർക്കായിട്ട് 800 രൂപ കൊടുക്കണം. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. റോള് പോലും കിട്ടുന്നില്ല. ഇപ്പം റോളുകാരന്മാർ വരുന്നില്ല. ഇപ്പം വണ്ടിക്കൂലി കൂടുതൽ, എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. ഞങ്ങൾ എന്താ വേണം? അതേസമയം കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് ജൂൺ 15 ശേഷം മാത്രമേ ബോണസ് കുടിശ്ശിക നൽകാൻ കഴിയൂ എന്നാണ്. ഈ സാഹചര്യത്തിൽ സ്കൂൾ തുറപ്പ് പ്രമാണിച്ച് തൊഴിലാളികളുടെയും കുട്ടികളുടെയും ജീവിതം അവതാളത്തിലായി. തൊഴിലാളികൾക്ക് ബോണസ് കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും എത്രയും വേഗം നൽകാത്ത പക്ഷം സമരം ശക്തിപ്പെടുത്തുമെന്ന് CPM ഇടമുളയ്ക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബാലചന്ദ്രൻ പിള്ള ലൈവ് വാർത്തയോട് പറഞ്ഞു. അവർ സ്വയം ഏറ്റെടുത്തൊരു സമരമായത്. യൂണിയൻ പോലും അറിയാതെ അവർക്കുള്ള ജീവിത പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഏറ്റെടുക്കേണ്ടെന്ന് സമരമായിരുന്നു. അപ്പൊ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് പോലും നിവൃത്തിയില്ല. ഇവിടെ തൊഴിലാണെങ്കിൽ ഇല്ല. വല്ലപ്പോഴും ഫാക്ടറി തുറന്നു കഴിഞ്ഞാൽ 3 ദിവസം വണ്ടി ഓഫീസ് ഒന്ന് പോയതിന് ശേഷം എന്ന് പറയുന്നത് ശമ്പളം മേടിക്കാനില്ലാത്ത അവസ്ഥ, ഉള്ള ജോലി ചെയ്യുന്നതിന്റെ കുടിശ്ശിക ബോണസ് കൊടുക്കാത്ത അവസ്ഥ, പിന്നെ അവധി ശമ്പളങ്ങൾ കൊടുക്കാത്ത ഇതെന്തോ ഇത്ര. അതായത് ഒരു കോർപ്പറേഷനെ എന്തെല്ലാം തൊഴിലാളികളെ എങ്ങനെല്ലാം ദ്രോഹിക്കാമോ ആ ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്ക്. ഇതിപ്പോൾ തൊഴിലാളികളോടൊപ്പം നിന്ന് സമരം ചെയ്താൽ യൂണിയന് മാറി മാർഗങ്ങളൊന്നുമില്ല. യൂണിയൻ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് യൂണിയൻ ആ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഏത് സമീപനത്തിലേക്ക് യൂണിയൻ നീങ്ങാൻ പോവാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു. ലോകബാങ്കിന്റെ സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മിനി ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം വെച്ച പദ്ധതിയായിരുന്നു, അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഈ വർഷം 6,65,000 രൂപ ഉപയോഗിച്ച് നടപ്പാക്കിയതാണ് ഈ ഫർണിച്ചർ ഹാള്. അത് ഇന്ന് തന്നെ അത് നടപ്പാക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റ ദിവസം, സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് ഇന്ന്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV അലക്സാണ്ടർ അധ്യക്ഷനായി. വേൾഡ് ബാങ്കിന്റെ 7 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് പുതിയ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. U ആകൃതിയിലുള്ള കോൺഫറൻസ് ഡെസ്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് മുഖാമുഖം ചർച്ചകൾ നടത്തുന്നതിന് സൌകര്യമാകും. പഞ്ചായത്ത് അംഗങ്ങളായ K അനൂപ് കുമാർ, S മണിമോഹൻ പിള്ള, AK മനോഹരൻ, K രാജുകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചിതറ കിഴക്കും ഭാഗം തനിമ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന സേന രൂപീകരണവും പ്രതിഭാസംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗ്രാമീണ തനിമ സാംസ്കാരികപരമായിട്ടും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള തനിമയ്ക്ക് കാലത്തിന്റെ അതിവിദൂരമായ ഭാവിയിൽ, കാലത്തിന്റെ പ്രയാണത്തിൽ ആ തനിമകൾക്ക് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രക്തദാന സേന രൂപീകരണം മാങ്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ SR രാകേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ സ്കൂളുകളിൽ SSLCക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. നിർധനരായ 20ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ദീപക് S അധ്യക്ഷനായി. കൊട്ടാരക്കര കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം സലീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ.
സിപിഎമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും ആഭിമുഖ്യത്തിൽ അഞ്ചൽ വക്കമുക്കിൽ പ്രതിഭാസംഗമവും ചികിത്സാ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. 100 ദിനം തികച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെ യോഗത്തിൽ ആദരിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സജീഷ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ അവന്റെ ആഗ്രഹം അതിനകത്തൊരു കരിനിഴൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റായി രാജ്യം ഭരിച്ചിരുന്ന ഗവൺമെന്റും ഇപ്പം കേരളം ഭരിക്കുന്ന ഗവൺമെന്റും മാറിയ കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കുക. സിപിഎം അഞ്ചൽ ഏരിയ സെക്രട്ടറി കെ ബാബു പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ ചന്ദ്രമോഹൻ നിർവഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ദേശീയ കബഡി ടൂർണമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കുമാരി ആതിര ഓമനക്കുട്ടനെയും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി ആദരിച്ചു. വക്കമുക്ക് ചൂരക്കുളം വാർഡിലെ നിർധനരായ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് ബൈജു നിർവഹിച്ചു. 2013-2014 സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊഴിലുറപ്പ് യൂണിയൻ ഏരിയ സെക്രട്ടറി ജി പ്രമോദ് ആദരിച്ചു. യോഗത്തിൽ KN ഓമനക്കുട്ടൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ രഞ്ജു സുരേഷ് സ്വാഗതം പറഞ്ഞു. AIDWA ഏരിയ സെക്രട്ടറി സുജ ചന്ദ്രബാബു, PKS ഏരിയ സെക്രട്ടറി ബി ഭദ്രൻ, ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് PV പ്രശാന്ത്, വി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുളത്തൂപ്പുഴ കല്ലുവെട്ടാംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി സംഘടിപ്പിച്ച വേനലവധി ക്യാമ്പ് സമാപിച്ചു. TV താരം സതീഷ് വെട്ടിക്കവല ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു എബ്രഹാം അധ്യക്ഷനായ ചടങ്ങിൽ CI S സജാദ് പദ്ധതി വിശദീകരിച്ചു. SPC ചാർജ് ഓഫീസർ അജിത് പ്രസാദ്, കുളത്തൂപ്പുഴ SI S സുധീഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദുലേഖ, ജലജകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കല്ലുവെട്ടാംകുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെയും തൃക്കോതേശ്വരം ശ്രീ മഹാദേവർ ക്ഷേത്രോപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 8ാമത് അവധിക്കാല ഭഗവത്ഗീത പഠന ക്ലാസും മതപാഠശാല കലോത്സവവും പുനലൂർ തൃക്കോതേശ്വരം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ വെച്ച് 30-31 തീയതികളിൽ നടക്കും. വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുവരുന്ന ആത്മീയ പഠന ക്ലാസുകളിലെ കുട്ടികളും രക്ഷാകർത്താക്കളും അധ്യാപകരും സത്സംഗിൽ പങ്കെടുക്കുമെന്ന് സനാതനധർമ്മ സംരക്ഷണ സമിതി സെക്രട്ടറി മാത്ര സുന്ദരേശൻ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ആത്മീയ പഠന ക്ലാസുകൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, പ്രസംഗ മത്സരം, അതുപോലെ പ്രശ്നോത്തരി മത്സരങ്ങൾ, ശ്രീമദ് ഭഗവത്ഗീത ചൊല്ലൽ മത്സരം, ആത്മീയ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികൾ നാളെ മുതൽ 3 ദിവസക്കാലം പുനലൂർ ശിവൻകോവിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രധാന വാർത്തകൾ. പുനലൂർ താലൂക്ക് ആശുപത്രി വികസന കുതിപ്പ് തുടരുന്നു. കൊല്ലം ജില്ലയിലെ പൊതുമേഖലയിലെ 2ാമത്തെ ഡയാലിസിസ് യൂണിറ്റ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ജൂൺ 2-ന് പ്രവർത്തനം തുടങ്ങും. ഔപചാരികമായ ഉദ്ഘാടനം വെള്ളിയാഴ്ച. അഞ്ചൽ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി വിൽപ്പനയ്ക്കായി തെന്മലയിലേക്ക് കൊണ്ടുപോയ 30 ലിറ്റർ വിദേശ മദ്യം പോലീസ് പിടികൂടി. മദ്യം കടത്താൻ ശ്രമിച്ച ഇടമൺ സ്വദേശി അറസ്റ്റിൽ. KSRTC കൊല്ലം കുളത്തൂപ്പുഴ വേണാട് ലിമിറ്റഡ് സ്റ്റോപ്പുകൾക്ക് പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ച നടപടി റദ്ദാക്കിയതിനെതിരെ കുളത്തൂപ്പുഴയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പൂവണത്തുംമുട്ടിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അധീനതയിൽ പനച്ചവിളയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികൾ ബോണസ് കുടിശ്ശിക കിട്ടാതെ പ്രതിസന്ധിയിൽ. പണം കിട്ടാതിരുന്നാൽ കുട്ടികളെ സ്കൂളിൽ അയക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ സമരത്തിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.